ശ്രീനാരായണ ഗുരു ജയന്തി ദിനത്തിൽ കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടന്ന ജലോത്സവത്തിൽ നടുവിലം പറമ്പൻ ചുണ്ടനും നടുഭാഗം ചുണ്ടനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. പ്രൈസ് മണി പങ്കിടുന്നതിനോടൊപ്പം ഓരോരുത്തരും 6 മാസം വീതം ട്രോഫി കൈവശം സൂക്ഷിക്കും. കരുനാഗപ്പള്ളി കന്നേറ്റി കായലിൽ നടന്ന ശ്രീനാരായണ ഗുരുജയന്തി ജലോത്സവത്തിൽ ഫോട്ടോ ഫിനിഷിലെത്തിയ ഫൈനലിൽ മത്സരിച്ച കന്നേറ്റി സംഘം തുഴഞ്ഞ നാസർ പോച്ചയിൽ ക്യാപ്റ്റനായ നടുവിലെ പറമ്പൻ ചുണ്ടനും ഹൃദയം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ EM ബഷീർ, H ഹക്കിം എന്നിവർ ക്യാപ്റ്റന്മാരായുള്ള നടുഭാഗം ചുണ്ടനും ഒന്നാം സ്ഥാനം പങ്കിട്ടു. പ്രൈസ് മണി പങ്കിടുന്നതിനോടൊപ്പം ഓരോരുത്തരും 6 മാസം വീതം ട്രോഫി കൈവശം സൂക്ഷിക്കും. കേശവപുരം ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ G മോഹൻ, സനോജ് സത്യൻ എന്നിവർ ക്യാപ്റ്റന്മാരായുള്ള സെന്റ് പയസ് 10th ചുണ്ടൻ 2ാം സ്ഥാനം നേടി. ഫൈനലിൽ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തർക്കം ഉടലെടുത്തിരുന്നു. CR മഹേഷ് MLA യും പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് 3 ചുണ്ടന്മാരുടെ ക്യാപ്റ്റന്മാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഫലം പ്രഖ്യാപിച്ചത്. വെപ്പോളങ്ങളുടെ മത്സരത്തിൽ ഗ്ലോബൽ നീലിക്കുളത്തിന്റെ ചന്ദ്രബോസ് ക്യാപ്റ്റനായ ഷോട്ട് പുളിക്കത്തറ 1ാം സ്ഥാനവും ന്യൂ ടൗൺ ബോട്ട് ക്ലബിന്റെ ബിനിൽ ക്യാപ്റ്റനായുള്ള ജയ്ഷോട്ട് 2ാം സ്ഥാനവും നേടി. ജലോത്സവ പൊതുസമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. CBLന്റെ നടപടിക്രമങ്ങളിൽ നിന്ന് ചെറിയ വ്യത്യാസമുണ്ട്. ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എന്നുള്ളതുകൊണ്ട് കരുനാഗപ്പള്ളി ജനമേളയ്ക്ക് പ്രത്യേക സഹായം വേണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ CBLന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ, ടൂറിസത്തിന്റെ ബോർഡ് യോഗത്തിൽ തന്നെ ഞാനും ധനകാര്യമന്ത്രിയും പങ്കെടുക്കുന്നതാണ്. സ്പോർട്സ് മന്ത്രിയും ധനകാര്യമന്ത്രിയുമാണുള്ളത്. മറ്റു ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടെ നൽകേണ്ട സഹായത്തിന് വേണ്ടി അവർക്ക് നൽകുന്ന കാര്യത്തിനെ വേണ്ടി കൂടുതൽ വർദ്ധിപ്പിക്കുക എന്നുള്ള ആലോചന നടത്തിയിട്ടുണ്ട്. ആളുകൾ പങ്കെടുക്കുന്ന ഒരു ടീമായി ഒരേ താളനിബദ്ധമായ തുഴകളെറിഞ്ഞ് പങ്കെടുക്കുന്ന ഒരു മത്സരം ലോകത്ത് വേറെ ഏതെങ്കിലും ഉണ്ടോ എന്ന് എനിക്കിതുവരെ ഞാൻ അന്വേഷണത്തിൽ മനസ്സിലായിട്ടില്ല. സ്പോർട്സ് ഇനങ്ങളിൽ പലതിലും 10, 15, 20 പേർക്കൊക്കെ അപ്പുറമുള്ള ഇനങ്ങൾ വളരെ കുറവാണ്. അത്രയും ആളുകൾ ഒരുമിച്ച് ഒറ്റ താളത്തിൽ പങ്കെടുക്കുന്ന ഈ വലിയ ജനമേളയുടെ അർത്ഥം അത് സ്പോർട്സ് മാത്രമല്ല, വാസ്തവത്തിൽ നാട്ടിലെ ഒരു കൂട്ടായ്മയാണ്. നമ്മുടെ സന്തോഷം നിറഞ്ഞു തുടങ്ങുന്ന വിളവെടുപ്പ് കാലത്താണ് ഈ മേള എപ്പോഴും നടക്കുന്നത്. മന്ത്രി J ചിഞ്ചുറാണി വള്ളംകളിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജലോത്സവ കമ്മിറ്റി ചെയർമാൻ CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. ഈ ശ്രീനാരായണ ട്രോഫി ജലോത്സവം കന്നേറ്റി കായലിൽ 86ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവം ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ സ്റ്റിൽ സ്റ്റാർട്ട് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA മാസ്റ്ററിന്റെ സല്യൂട്ട് സ്വീകരിച്ചു. CD നെറ്റ് ന്യൂസ് ഓച്ചിറ.